ശ്രീ VPP മുസ്തഫ ഇന്ന് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചില തീരുമാനങ്ങൾ എടുത്തു. ഈ ഗോവിന്ദച്ചാമി ചാടിപ്പോയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് പ്രത്യേക ഒരു അന്വേഷണം നടക്കുന്നു. അതിൽ കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരും സംസ്ഥാന മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നീസും പ്രത്യേക അന്വേഷണം നടത്തുമെന്നടക്കമുള്ള തീരുമാനങ്ങൾ വരികയാണ്. ജയിലുകളിൽ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള തീരുമാനങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു കണ്ണിൽ പൊടിയിടാനുള്ള തീരുമാനമായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. അതിൽ KK രമ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ TP കേസിലെ പ്രതികൾ എങ്ങനെയാണ് കണ്ണൂർ ജയിലിൽ വാഴുന്നത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കണ്ണൂർ ജയിലിലെ 4-2 ബ്ലോക്കിലെ തടവുകാർ അവിടെ ഈ മേസ്തിരി എന്ന രൂപത്തിൽ 2 വാർഡന്മാരുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് കേസിലെ 2 പ്രതികളാണ്, TK രജീഷും അണ്ണൻ സിജിത്തും. അത് വേണമെങ്കിൽ പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാണ് ഉറപ്പിച്ചു പറയുന്നത് KK രമ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആ ജയിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിനിടയ്ക്കാണ് ഈ ഗോവിന്ദച്ചാമിയുടെ വിഷയം. അപ്പോൾ എന്താണ് കൃത്യമായ നടപടി നിങ്ങൾ എടുക്കുമോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അല്ല, ശ്രീമതി KK രമ UDFിൻ്റെ ഒരു MLA ആണ്. അപ്പോൾ ഒരു സംഭവം വീട് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അവർ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. അതിനപ്പുറത്ത് വേറെ അതിലെന്തെങ്കിലും വസ്തുതയുണ്ട് എന്നുള്ള തോന്നൽ സമൂഹത്തിനില്ല. അവർ UDFകാരി, UDFിൻ്റെ ഒരു MLA ആ നിലയിൽ ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ഇവിടുത്തെ ജയിലാകെ മോശമാണ്, ഇവിടുത്തെ ഭരണമാകെ മോശമാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മോശമാണ് എന്ന് പറയേണ്ടത് അവരുടെ ഒരു രാഷ്ട്രീയ മര്യാദ. അതുകൊണ്ട് അവരങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ വേറെ എന്തെങ്കിലും ഉറപ്പോ വേറെ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് അതൊരു ഒരു UDF MLAയുടെ ഒരു സാധാരണ രാഷ്ട്രീയ ആരോപണമായിട്ട് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താ? ഇത് ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാൻ വേണ്ടി പാടില്ലായിരുന്നു. അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, സംവിധാനങ്ങളുണ്ട്. നേരത്തെ UDF കാലത്ത് ഉണ്ടായതിനേക്കാളൊക്കെ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ജയിലുകളിലെ സ്റ്റാഫ് സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ള പ്രഗത്ഭരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ജയിൽ DGP ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന ധാരാളം പരിഷ്കാരങ്ങൾ കണ്ണൂർ ജയിലിൽ ഉൾപ്പെടെയുണ്ട്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു. അതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ അതിന് ഉത്തരവാദികളായിട്ട് ധാർമ്മികമായ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കൂടുതൽ നടപടികളിലേക്ക് പോകണം. അത് സംബന്ധിച്ചാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ജയിൽ മേധാവി, പോലീസ് മേധാവി, ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടറി, പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് ചില നടപടികൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് പിണറായി വിജയൻ അങ്ങനെ യോഗം ചേർന്നെടുത്ത തീരുമാനം ഒരു കണ്ണിൽ പൊടിയിടലുമല്ല, മറിച്ച് ആളുകളുടെ കണ്ണിൽ ഇനി കരട് വീഴാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് അദ്ദേഹം കാണിക്കുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ശ്രീ VPP മുസ്തഫ, ഈ TP കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട് ജയിലിൽ അവർ എങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെയും വാർത്തകൾ വന്നല്ലേ? താങ്കൾ ഈ അലക്സാണ്ടർ ജേക്കബിന്റെ പേര് പറയുന്നല്ലോ. TP കേസ് പ്രതികൾ ജയിലിൽ വെച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിനെ മാറ്റിയിരുന്നു എന്നുള്ള കാര്യം അങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ? അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണെങ്കിൽ പിന്നീട് TP സെൻകുമാറും ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ പരിഷ്കാരങ്ങളൊന്നും നടപ്പാക്കാൻ പറ്റാത്ത വിധത്തിൽ ജയിലുകൾ ഭരിക്കുന്നത് തടവുകാരാണ് എന്ന രൂപത്തിൽ ചില ജയിലുകളുടെ അവസ്ഥയുണ്ട്. ഇപ്പോൾ അങ്ങേക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ അത് കണ്ടെത്താനാകും എന്നുറപ്പിച്ചു പറയുന്നു KK രമ. KK രമ പ്രതിപക്ഷത്തെ ഒരു MLA മാത്രമല്ലല്ലോ. TP കേസ് എന്താണെന്ന് അങ്ങേക്കും അറിയാമല്ലോ. അതിലെ പ്രതികൾ അവിടെ എങ്ങനെയാണ് വിരാജിക്കുന്നത്? മേസ്തിരികളായി പ്രവർത്തിക്കുന്നു, 2 സെല്ലുകളിലെ ഭരണം. മാത്രമല്ല ഈ കേസിലെ പ്രതികളെല്ലാം ഒരേ സെല്ലിൽ എങ്ങനെ കഴിയുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു സംവിധാനമുണ്ടോ? നിയമപരമായി അത് സാധ്യമാണോ? ഇപ്പോൾ KK രമയുടെ പ്രസ്താവനക്ക് വേറൊരു തലം കൂടിയുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. ഈ ഗോവിന്ദച്ചാമിയാണല്ലോ ചാടിയത്, TP കേസിലെ പ്രതികളല്ലല്ലോ പുറത്ത് ചാടിയിട്ടുള്ളത്. ആ ഗോവിന്ദച്ചാമി കേസിൽപ്പെട്ട് ജയിലിൽ വരാൻ ഇടയായിട്ടുള്ളത് ഒരു യുവതിയുടെ മരണത്തെ തുടർന്നാണ്, കൊലപാതകത്തെ തുടർന്നാണ്. അവരുടെ അമ്മ ഇന്നലെ പറഞ്ഞതുണ്ടല്ലോ ചാനലുകളോട്, റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയോട് തന്നെ. എന്താണ് ആ യുവതിയുടെ അമ്മ പറഞ്ഞത്? എനിക്ക് കേരളത്തിലെ പോലീസിനെ വിശ്വാസമുണ്ട്, അവർ പിടിച്ചിരിക്കും ഈ ഗോവിന്ദച്ചാമിയെ എന്നാണ് അവർ പറഞ്ഞത്. അവര് കണ്ണൂർ ജയിലിനെ കുറിച്ച് വേറൊരു ആക്ഷേപമല്ല പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ പോലീസിനെ കുറിച്ചും കേരളത്തിലെ ജയിൽ സംവിധാനത്തെ കുറിച്ചും
കേരളത്തിലെ പോലീസിനെ കുറിച്ചും കേരളത്തിലെ ജയിൽ സംവിധാനത്തെ കുറിച്ചും ഗോവിന്ദച്ചാമി കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ അമ്മ വളരെ ഗൗരവത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ജയിൽ സംവിധാനത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു? പറഞ്ഞാൽ അതിന് ഗൗരവമില്ല എന്ന്, അല്ല, ജയിൽ സംവിധാനത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു? പറഞ്ഞാൽ അതിന് ഗൗരവമുണ്ട് എന്ന് അല്ലല്ല, പറയുന്നതിൽ ശ്രീ പി. അർത്ഥമില്ല. മുസ്തഫ, ജയിൽ സംവിധാനം ഗംഭീരമാണെന്നാണോ പറയുന്നത്? അവിടെ ഒരു ചാടിയ ഒരു പ്രതിയെക്കുറിച്ച് ഒരു രാഷ്ട്രീയ ആരോപണമാണ്. ഇവിടെ നമ്മൾ ഇന്ന് ഈ ചർച്ചകൾക്കെല്ലാം കാരണമായി തീർന്നിട്ടുള്ള ഗോവിന്ദച്ചാമിയുടെ ചാട്ടത്തിന് ഇരയായിട്ടുള്ള ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ ഏറ്റവും ശക്തമായി കേരളത്തിലെ പോലീസിന് വിശ്വാസമുണ്ട്, അവർ പിടിച്ചിരിക്കുമെന്നാണ് പറഞ്ഞത്. ആ നിലയിൽ തന്നെയുള്ള നടപടികൾ അവർ സ്വീകരിച്ചു പോയിട്ടുണ്ട്. ആ നിലയിൽ ഏറ്റവും ശക്തമായിട്ട് ഗോവിന്ദച്ചാമി കൊലപ്പെടുത്തിയ ഈ ഇരയുടെ അമ്മ ഏറ്റവും ശക്തമായിട്ട് തന്നെ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പുറത്ത് UDFന്റെ MLAയുടെ വാക്കുകൾക്ക് വലിയ ഉറപ്പുണ്ടെങ്കിൽ ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ കേരളത്തിലെ പോലീസിൽ അതിന് ഗോവിന്ദച്ചാമിയെ ഇങ്ങനെ ഇത്രയും 11 വർഷമായിട്ട് തടവിലിടുന്നതിൽ ഈ കേരളത്തിലെ നിയമ സംവിധാനം കാണിച്ചിട്ടുള്ള ജാഗ്രതയിൽ പ്രകടിപ്പിച്ച വാക്കുകൾ എനിക്ക് ചോദിക്കാം. താങ്കൾ പറഞ്ഞത് ആവർത്തിക്കുന്നുണ്ട്, ദയവ് ചെയ്ത്. അതായത് ഇന്നലെ നമ്മുടെ ചർച്ചയിൽ സ്മൃതിയുടെ ഈ സാധാരണ ഏർപ്പാടുണ്ടല്ലോ, LDF-കാരൻ സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്ന ഏർപ്പാട്, അതിന് വഴങ്ങി തരാൻ പറ്റുകയും ചെയ്യില്ല. കഴിഞ്ഞോ? ചോദിക്കട്ടെ. അപ്പോൾ ഇന്നലെ നമ്മുടെ ചർച്ചയിൽ സൗമ്യയുടെ അമ്മ പങ്കെടുത്തിരുന്നു, സുമതി പങ്കെടുത്തിരുന്നു. അവർ പറഞ്ഞത് ജയിലിൽ നിന്ന് സഹായം കിട്ടാതെ ഇയാൾ പുറത്ത് ചാടില്ല, സഹായം കിട്ടിയിട്ടുണ്ടാകും എന്നാണ് അവർ പറഞ്ഞത്. ഇനി പോലീസ് എങ്ങനെയായാലും പിടിക്കും എന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് തന്നെയല്ലല്ലോ പിടിച്ചത്, നാട്ടുകാർ കാണിച്ചു കൊടുത്ത് നാട്ടുകാരും കൂടെ ഓടിയിട്ടാണല്ലോ പിടിച്ചത്. ശരി, പിടിച്ചു എന്ന നിലയ്ക്ക് അഭിനന്ദിക്കാം പോലീസിനെ. പക്ഷെ ജയിലിൽ എങ്ങനെയാണ് ഇയാൾ ചാടിയത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ജയിൽ ചാടുമ്പോൾ ഗോവിന്ദച്ചാമി ചാടി എന്ന ഒരു ഒറ്റ വട്ടത്തിൽ അന്വേഷിക്കാൻ പറ്റില്ല. ജയിലിലെ അവസ്ഥ അന്വേഷിക്കണം. ജയിലിലെ അവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. താങ്കൾ അത് നിഷേധിക്കുക എങ്ങനെയാണ്? TP കേസിലെ പ്രതികൾ ജയിലിൽ എന്തൊക്കെ കാണിക്കുന്നു എന്നുള്ളതിന്റെ വാർത്തകൾ നേരത്തെ പുറത്തു വന്നതല്ലേ? താങ്കൾക്ക് നിഷേധിക്കാനാവുമോ? അവരവിടെ ഫോൺ ഉപയോഗിക്കുന്നു, അവരവിടെ കഞ്ചാവ് ഉപയോഗിക്കുന്നു, അവർക്ക് പുറത്തുനിന്ന് എറിഞ്ഞു കൊടുക്കുന്നു, അതിനകത്ത് വിൽപ്പന നടത്തുന്നു, അതിനകത്തുനിന്ന് കൊട്ടേഷൻ പുറത്തേക്ക് കൊടുക്കുന്നു. ഇതൊക്കെ പുറത്തു വന്ന വാർത്തകളല്ലേ? താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? ഇതെങ്ങനെ സംഭവിക്കുന്നു? കണ്ണൂർ ജയിലിൽ എങ്ങനെ സംഭവിക്കുന്നു? കണ്ണൂർ ജയിലിൽ നിന്ന് കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞോ? പറഞ്ഞോളൂ. കണ്ണൂർ ജയിലിൽ നിന്ന് കുറച്ചു മുമ്പ് വേറൊരു പ്രതി രക്ഷപ്പെട്ടിരുന്നു. അവിടെ ജയിലിലേക്ക് വരുന്ന പത്രങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ ചുമതലപ്പെട്ട ഒരു പ്രതി പുറത്തു നിന്നുള്ള ഒരാളെ മുൻകൂട്ടി ശട്ടം കെട്ടി അദ്ദേഹം ഇരുചക്ര വാഹനത്തിൽ വന്ന് ആ ഇരുചക്ര വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടിരുന്നു. അയാൾ TP കേസിലെ പ്രതിയല്ല, അയാൾ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിലെയും പ്രതിയല്ല. അവിടെ വെച്ച് രക്ഷപ്പെട്ടിരുന്നു. അയാളെയും ഇതുപോലെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. അതുകൊണ്ട് കണ്ണൂർ ജയിലിൽ ആകെ TP കേസിലെ പ്രതികൾ മാത്രമേ ഉള്ളൂ. അവർ മാത്രമാണ് കണ്ണൂർ ജയിലിൽ എന്തോ പ്രശ്നങ്ങൾ കാണിക്കുന്നത് എന്ന മട്ടിലൊക്കെ ഉള്ളത് ശുദ്ധമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. അതിന് വേറെ വലിയ വാർത്താ മൂല്യങ്ങളില്ല. Debate with Smriti Parathikkad.